നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തെ പരിപൂർണമായി പിന്തുണക്കുക വഴി മുജാഹിദീങ്ങൾ അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ വെള്ളം ചേർക്കുകയല്ലേ? അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കലല്ലേ ഇന്ത്യയിൽ നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥിതിയോട് സഹകരിക്കുക വഴി മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല, കേരളത്തിലെ ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും നിലവിലുള്ള ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വിവിധ മതവിഭാഗങ്ങൾ ഒരുമിച്ച് സഹകരണത്തോടുകൂടി നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു നിലവാരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ ഇസ്ലാമിൻ്റെ മഹത്വമായ ആദർശത്തെ വേറിട്ടറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എത്രമാത്രം ഇതര ആദർശം സ്വീകരിച്ചവരോട് ഇടപഴകാം എന്നതിൻ്റെ കൃത്യമായ ഇസ്ലാമിക മാതൃക സ്വീകരിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രേരിപ്പിക്കുന്നത് എന്നാണ് തുടക്കത്തിൽ പറയാനുള്ളത്. അതായത്, മുസ്ലിങ്ങളല്ലാത്തവരോട് അനശ്വരമായ ശത്രുത പ്രഖ്യാപിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഈ ലോകത്ത് ഏത് ആദർശവും സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. എന്നാൽ സർവശക്തനായ അള്ളാഹു അംഗീകരിക്കുന്ന ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായ ഇസ്ലാമിൻ്റെ തനതായ ആദർശം സ്വീകരിച്ചില്ലെങ്കിൽ ഇഹലോകത്തുണ്ടാകുന്ന സർവശക്തൻ്റെ അരികിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളും പരലോകത്ത് അവനെ കാത്തിരിക്കുന്ന നരകത്തിൻ്റെ കെടുതികളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തണം, പ്രബോധനം ചെയ്യണം, താക്കീത് ചെയ്യണം എന്ന ദൗത്യം മാത്രമേ മുസ്ലിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഇസ്ലാമിനെ ഉൾക്കൊള്ളാത്തവരെ നശിപ്പിക്കാനോ ശത്രുക്കളായി പ്രഖ്യാപിക്കാനോ അനുവാദമില്ല. പ്രത്യേകിച്ചും ഒരു മുസ്ലിമായി ജീവിക്കാൻ അനുവദിക്കുകയും ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സൗകര്യമുണ്ടാവുകയും ചെയ്യുന്ന ഒരു നാട്ടിൽ മറ്റു സമൂഹങ്ങൾക്കെതിരെ ഏതെങ്കിലും നിലക്ക് ശക്തമായ ബലപ്രയോഗത്തിൻ്റെ നിലപാടുകൾ സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. വിഷയാവതരണത്തിൽ തന്നെ ആ കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് അള്ളാഹുവിൻ്റെ പരമാധികാരം? യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ബഹുദൈവാരാധകരായിരുന്ന അബൂജഹൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായിരുന്ന അമീർ കൂടിയായിരുന്ന KC അബ്ദുള്ള മൗലവി തന്നെ അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് ഒരു സമഗ്ര പഠനത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും ഈ ലോകത്തിൻ്റെ പരമാധികാരം ഇന്ദിരാഗാന്ധിക്കാണെന്ന് കരുതുന്നില്ല എന്ന്. പിന്നെ എങ്ങനെ മുജാഹിദുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ പരമാധികാരം മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കും? ഒരിക്കലുമില്ല. ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഹൃദയമിടിപ്പുകളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ മുളച്ചു പൊങ്ങുന്ന ഒരു രോമം അത് നിലനിൽക്കുന്നതും അത് നരയ്ക്കുന്നതും ആ കാര്യം പോലും നിയന്ത്രിക്കുന്നത് സർവശക്തനായ നാഥനാണ്. അത് ഈ ലോകത്ത് മതവ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഈ ലോകത്ത് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവാരാണ് എന്ന കാര്യത്തിൽ തർക്കിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ലോകത്തിന്നേ വരെ തർക്കമില്ലാത്ത ഒരു വിഷയമാണ് പരമാധികാരം ഏകനായ ഒരു നാഥന് മാത്രമാണ് എന്നുള്ളത്. എന്നാൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വിവിധ മതസ്ഥർ താമസിക്കുകയും അവർ ഒരുമിച്ച് ഭരണം നടത്തുകയും ജനായത്ത സംവിധാനം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം സർക്കാരുകളെ അനുസരിക്കുകയോ അത്തരം ഭരണകൂടങ്ങളോട് സഹകരിക്കുകയോ ചെയ്യുക വഴി ഏതെങ്കിലും നിലക്ക് അള്ളാഹുവിൻ്റെ പരമാധികാരത്തിന് ഇടിവ് തട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഈ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഏത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പ്രഖ്യാപിച്ചത്? ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മുസ്ലിങ്ങൾക്കും മുജാഹിദുകൾക്കും ക്ലാസ് എടുത്തു തരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള മാതൃക യൂസുഫ് അലൈഹി ഇസ്ലാമാണ് പോലും. 2004 പ്രബോധനത്തിന്റെ വാർഷിക പതിപ്പിൽ കാണാം, ജോർദാനിലെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമികമല്ലാത്ത ജോർദാനിലെ ഭരണകൂടത്തിൽ പങ്കാളികളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ 5 മന്ത്രിമാരെങ്കിലും ജോർദാനിൽ ഇസ്ലാമികതരമായ ഭരണകൂടത്തിൽ അധികാരം പങ്കിടുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴാണ് തീരുമാനമെടുത്തത്. അതിന് തെളിവായി പ്രബോധനത്തിൽ ജോർദാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന റാഷിദ് ഗനൂഷിയുമായി അഭിമുഖം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ അതിന് തെളിവായി ഞങ്ങളുടെ മുന്നിൽ അമുസ്ലിം സാഹചര്യങ്ങളിൽ ഒരു മുസ്ലിമിന് ഭരണകൂടത്തിൽ പങ്കാളികളാകാം എന്നുള്ളതിന് ഒരുപാട് ചരിത്രരേഖകളുണ്ട്. ഒന്ന് അദ്ദേഹം പറഞ്ഞത് യൂസുഫ് നബിയാണ് ഞങ്ങളുടെ ചരിത്രം എന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, പ്രബോധനം ഇവിടെയുണ്ട്. സമയദൈർഘ്യം കൊണ്ട് ഞാനത് വായിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല, വേണമെങ്കിൽ വായിക്കുകയും ചെയ്യാം. അതിൽ അദ്ദേഹം പറഞ്ഞത് യൂസുഫ് അലൈഹിസ്സലാം
മുസ്ലിം അല്ലാത്ത ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഒരു സിവിൽ സപ്ലൈസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, മുസ്ലിം അല്ലാത്ത ആ രാജാവിന്റെ കീഴിൽ ഒരു മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഇസ്ലാമിന് ഒരു പോറലും ഉണ്ടായില്ല. യൂസുഫ് നബിയാണ് ഞങ്ങളുടെ മാതൃക എന്ന്. അതേപോലെ ലോകത്തിന് മാതൃകയായി ഇസ്ലാം പരിചയപ്പെടുത്തിയ ആസിയ ബീവി ലോകത്തെ ഏറ്റവും വലിയ താകൂത്തായ ഫിറഔനിന്റെ ഭാര്യാപദം അലങ്കരിച്ചിട്ട് പോലും അള്ളാഹുവിന്റെ പരമാധികാരത്തിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തെവിടെയെങ്കിലും ഭരണം നടത്തിയതായി നമുക്കറിഞ്ഞുകൂടാ. മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാം ഫിറഔൻ സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട സമയത്ത് ആ കടലിൽ കടന്ന് തിരിച്ചു പോവുകയും ആ സിംഹാസനത്തിലേക്ക് ആരൂഢനാവുകയും ചെയ്ത ചരിത്രം നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. നൂഹ് അലൈഹി സ്വലാമിന്റെ ചരിത്രമാകട്ടെ, അതേപോലെ ഈസാ അലൈഹി സ്വലാമിന്റെ ചരിത്രമാകട്ടെ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ പോലും ലോകത്തൊരു ഭരണം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ചുരുക്കം, ഇസ്ലാമിക ഭരണമുള്ള ഉണ്ടാക്കാവുന്ന മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള രാജ്യത്ത് എങ്ങനെയായിരിക്കണം മുസ്ലിങ്ങൾ സമീപനം സ്വീകരിക്കേണ്ടത്, മുസ്ലിങ്ങൾ ഭരണം നടത്തേണ്ടത് കൃത്യമായ മാതൃകയുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം മുസ്ലിങ്ങളായി ജീവിക്കാൻ അനുവദിക്കാത്ത രാജ്യങ്ങളിൽ, മുസ്ലിങ്ങളോട് ശത്രുത പ്രഖ്യാപിച്ച അവരെ നശിപ്പിക്കാനും ഉന്മൂലനാശം വരുത്താനും ശ്രമിക്കുന്ന രാജ്യങ്ങളിൽ ഒരു മുസ്ലിം ഏത് സമീപനം സ്വീകരിക്കണം? ദാറുൽ ഹർബിന്റെ മണ്ണിൽ സ്വീകരിക്കേണ്ട ഹിജറയുടെയും ജിഹാദിന്റെയും ചരിത്രത്തിനും ഇസ്ലാമിൽ മാതൃകയുണ്ട്. അതേ സമയത്ത് ഒരു മുസ്ലിമിനെ മുസ്ലിമായി അവന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുകയും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ദാറുൽ മുആഹദയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു രാജ്യത്ത്, മുസ്ലിങ്ങളായി ജീവിക്കാൻ അനുവദിക്കുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് അത്തരം ചക്രവർത്തിമാരോട് സഹകരിച്ചു പോകാം എന്നുള്ളത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ നിയമമാണ്. ആ നിയമം ഇവിടെയുള്ള മുസ്ലിം സമൂഹം പാലിക്കുന്നു, മുജാഹിദ് സമൂഹവും പാലിക്കുന്നു. അതാണ് പ്രായോഗികം എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നോക്കൂ, നജാഷി ക്രൈസ്തവനായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് അഭയം നൽകി. അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് കണ്ട് അദ്ദേഹത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനം എത്തിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരിലൂടെ. നജാഷി ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷേ നജാഷി അബിസിനിയയിൽ ഇസ്ലാമിന്റെ അടിത്തറയിൽ, വിശുദ്ധ ഖുർആന്റെ അടിത്തറയിൽ ഒരു ഭരണം നടത്തിയതായി തെളിയിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കുമോ? നജാഷിയുടെ ഭരണം, അദ്ദേഹം ക്രിസ്ത്യാനിയായിരിക്കുന്ന കാലത്ത് തന്നെ മുസ്ലിമായതിന്റെ പേരിൽ മക്ക രാജ്യത്ത് ജീവിക്കാൻ സാധ്യമാകാത്തതിന്റെ പേരിൽ ക്രിസ്ത്യാനിയുടെ ഭരണം നടക്കുന്ന ഇസ്ലാമികമല്ലാത്ത ഒരു രാജ്യത്തേക്ക് മുസ്ലിങ്ങൾ പലായനം ചെയ്തപ്പോൾ ശിർക്കിൽ നിന്ന് ശിർക്കിലേക്കാണോ പ്രവാചകൻ പറഞ്ഞയച്ചത്? ലാത്തയുടെ കീഴിൽ നിന്ന് മനാത്തയുടെ കീഴിലേക്കാണോ പ്രവാചകൻ പറഞ്ഞയച്ചത്? ഉത്തരം വ്യക്തമാണ്. ചുരുക്കം, അള്ളാഹുവിന്റെ പരമാധികാരത്തെ കുറിച്ചൊരു ചോദ്യമുണ്ട്. സകലത്തിന്റെയും പരമാധികാരം ആർക്കാകുന്നു എന്ന് ചോദിച്ചാൽ അബൂജഹലും ഉത്ബത്തും ശൈബത്തും പോലും നൽകിയ മറുപടി അത് അള്ളാഹുവിനാണ് എന്നാണ്. പരമാധികാരം അള്ളാഹുവിനാണ് എന്ന കാര്യത്തിൽ ബഹുദൈവാരാധകർക്ക് പോലും തർക്കമില്ല. പിന്നെയല്ലേ ഏകദൈവാരാധനയുടെ കണിശത പ്രചരിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പ്രബോധനം നടത്തുന്ന മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കുന്നത്. ഇനി അവിടെ നിൽക്കട്ടെ, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു ആശയമുണ്ട്. സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വചനം, വലാ യുശ്രികൂ ഫീ ഹുക്മിഹി അഹദ, അള്ളാഹുവിന്റെ അധികാരത്തിൽ അവൻ ഒരാളെയും പങ്കെടുപ്പിക്കുന്നില്ലെന്നും. അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ ഒരാൾക്കും പങ്കെടുക്കാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി വളർത്തിയെടുത്ത സിമി രൂപീകരിച്ച NDF-ന്റെ അതിന്റെ തുടർച്ചയായി വന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഇവരുടെ മൗദൂദിയൻ തത്വശാസ്ത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയുന്നു, ഇവിടെ ഇതാ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണാധികാരം വിവിധ ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അമേരിക്കയിലെ അള്ളാഹുവിന്റെ അധികാരം ജോർജ് ബുഷിൽ നിന്ന് ബറാക് ഒബാമയിലേക്ക് വഴിമാറാൻ പോകുന്നു. അത് ജർമ്മനിയിൽ ചാൻസലർ കൈപ്പിടിയിലാക്കി. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാണ് കൈപ്പിടിയിലാക്കിയത്. എത്രത്തോളം? പ്ലാച്ചിമടയിലെ വെള്ളത്തിന്റെ മേൽ അള്ളാഹുവിനുള്ള അധികാരം, പ്ലാച്ചിമടയിൽ വെള്ളത്തിനുമേൽ അള്ളാഹുവിനുള്ള അധികാരം അത് കൊക്കക്കോള കമ്പനി ഏറ്റെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ മുസൽമാന്മാരുടെ ജോലി എന്താണ്? അള്ളാഹുവിന്റെ ഭരണം ഇങ്ങനെ ഓരോരുത്തരായി പിച്ചിപ്പറിച്ചു കൊണ്ടുപോയപ്പോൾ അത് തിരിച്ച് അള്ളാഹുവിനെ തിരിച്ചേൽപ്പിക്കുക എന്ന ദൗത്യമാണ് മുസ്ലിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് എന്ന വിടുവായത്തമാണ് മൗദൂദിയൻ പ്രസ്ഥാനങ്ങൾ, NDF-ഉം പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും സിമിയും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ സമൂഹത്തിന് മുമ്പാകെ സമർപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവെ കുറിച്ച് ഇവർ എന്ത് മനസ്സിലാക്കി? വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവെ കുറിച്ച് ഇവർ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കിയില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹു ശക്തനാണ്, പ്രതാപിയാണ്.
അള്ളാഹുവിന്റെ അധികാരം, അള്ളാഹുവിന്റെ പരമാധികാരം ഇങ്ങനെ വരുന്നവനും പോകുന്നവനും പുഴുക്കൾക്കും എല്ലാം തന്നെ തട്ടിപ്പറിച്ചെടുക്കാവുന്ന ഒരു നിസ്സാരമായ സംഗതിയാണ് എന്നും അള്ളാഹു ഒരു ദുർബലനാണ് എന്നുമുള്ള രീതിയിൽ ഇങ്ങനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന തത്വശാസ്ത്രത്തിന്റെ തുടക്കം അത് ജൂദായിസമാണെന്നും ഷിയായിസത്തിലൂടെ അവർ സ്ഥാപിച്ച ഇമാമത്തിലൂടെയാണ് ഹാക്കിമിയത്തുള്ള സങ്കല്പം ഉണ്ടാക്കിയത് എന്നുമുള്ള ഗൗരവമായ വഴിതിരിവിനെ കുറിച്ചാണ് ഇത്രയും നേരമുള്ള ചർച്ചയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നുകൂടി ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്.